ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇച്ചായനെയും കുഞ്ഞാറ്റേനെയും കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വാർത്തകളിൽ, നമ്മളെ യൂട്യൂബ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കപ്പിളാണ് ഇച്ചായനും കുഞ്ഞാറ്റയും. അപ്പോൾ ഇവർക്ക് ചാനൽ ഉണ്ടായിരുന്നു, മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ നടത്തിയിരുന്ന കുഞ്ഞാറ്റ. അവരുടെ ഹസ്ബൻഡ് അമൽ അഥവാ ഇച്ചായ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവർ ഡിവോഴ്സായി. ഈ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഡിവോഴ്സായി, ഒത്തുപോകാൻ സാധിക്കാത്തതുകൊണ്ട് ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നേ ചർച്ച ചെയ്താണ്, ഒരു വീഡിയോ ഫുള്ള് ചർച്ച ചെയ്താണ്, ഓരോ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ സമയത്ത് കുഞ്ഞാറ്റ വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിരുന്നു. എന്തുകൊണ്ട് ഡിവോഴ്സായി എന്ന് പറയാതെ പറയുന്ന പോലെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് ഈ ഇച്ചായനുമായിട്ട് നേരത്തെ തന്നെ 2 വർഷം മുൻപ് തന്നെ ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തായിരുന്നു മൂവാറ്റുപുഴ കോടതിയിൽ. പിന്നീട് അത് വീണ്ടും കോംപ്രമൈസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. എന്നിട്ടാണ് ഇപ്പൊ ഡിവോഴ്സ് ആയതെന്ന് പറയുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ഇട്ട സമയത്ത്, ഇൻസ്റ്റഗ്രാമിലോ മറ്റൊരു സ്റ്റോറി ഇട്ട സമയത്ത് ധാരാളം പെൺകുട്ടികളുടെ മെസ്സേജ് അല്ലെങ്കിൽ പെൺകുട്ടികൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു എന്നൊരു ആരോപണം ചെറുതായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച നടന്നു. ഈ പെൺകുട്ടികൾക്കൊക്കെ ഇച്ചായൻ ചാറ്റ് എന്തോ രഹസ്യ ചാറ്റ് ചെയ്തു, അത് പിടിക്കപ്പെട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കുഞ്ഞാറ്റയ്ക്ക് കിട്ടിയത് കൊണ്ടാണ് ഡിവോഴ്സ് ആയത്. അപ്പോ ഇച്ചായന്റെ അവീതമാണ് ഈ ഡിവോഴ്സിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോ വന്നു കഴിഞ്ഞു. അപ്പോ അതെന്തോ അറിയില്ല, അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനതിന് പറഞ്ഞ കാരണം അതേ ആയിരുന്നില്ല, അവീതവും ചാറ്റും ഒന്നും ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ചാനൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ അമൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടർ, പുള്ളി കാണിക്കുന്ന കുറെ, ഒരു കുഞ്ഞാറ്റയോട് കാണിക്കുന്ന കുറെ അവഗണന, അല്ലെങ്കിൽ ഒരു മെയിൽ ഷോവനിസം, അങ്ങനത്തെ കുറെ കാര്യങ്ങള്, ഒരു ഭർത്താവ് ആണ് എന്നുള്ള ഭാവം കാണിക്കുക, അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചാനലുമായിട്ട് സഹകരിക്കാതിരിക്കുക, ചാനലൊന്നും വരാൻ താല്പര്യപ്പെടാതിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളും നമുക്ക് അതിന് കുറെ കാലങ്ങളായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷനുമായിരുന്നു അത് എന്നുള്ളതെന്നാണ് നമ്മൾ ആ ഡിവോഴ്സിന്റെ കാരണം അതായിരിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാറ്റും ഇതും ഒന്നും അവർ വ്യക്തമായിട്ട് പറയാത്തിടത്തോളം നമുക്ക് അറിയില്ല. നമ്മളോട് ആരും തെളിവൊന്നും കാണിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല. അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു മറുപടി എന്നുള്ള പോലെ ഈ അമല് ഒരു വാട്സാപ്പിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ എവിടെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, ഞാൻ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഇച്ചായൻ ഭയങ്കര തെറ്റുകാരനായതുകൊണ്ടാണ് ഈ മാപ്പ് പറയുന്നതെന്ന്. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ ഈ വ്യക്തിയെ, എതിരെ നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിച്ച് കൂടെ നിർത്തി എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നൊക്കെ ഉള്ള പോലത്തെ കുറെ ക്ലീഷേ ഡയലോഗുകളൊക്കെ ആയിട്ട് ഒരു സ്റ്റോറി ഈ അമലും ഇട്ടിരുന്നു. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു പോയി, അതൊക്കെ അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ ഈ പറയുന്ന അമല് പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് മുൻപ് തന്നെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോ അമൽ ചെയ്തു. അന്ന് മുതൽ ധാരാളം വീഡിയോ എന്നല്ല, കുറെ വീഡിയോസ് അമലിന്റെ ഒറ്റയ്ക്കുള്ള, ഇവര് പരസ്പരം ഉള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ബന്ധം പിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ ഓർമ്മകളും ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ള പോലെ, മായ്ച്ചു കളയാന്നുള്ള പോലെ അവരുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ കുഞ്ഞാറ്റ കഴിഞ്ഞ 5 വർഷമായിട്ട് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അമലിന്റെ കൂടെയുള്ള വീഡിയോസ് 90% റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിലും അമലിന്റെ ഇൻസ്റ്റഗ്രാമിൽ അമലും അമലിന്റെ കുട്ടി, അമലിന്റെ ഫാമിലി, അച്ഛനും അമ്മയൊക്കെ ഉള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫ്രണ്ട്സും ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, കുഞ്ഞാറ്റയുടെ ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ അവർ തമ്മിൽ പിരിഞ്ഞു, പൂർണ്ണമായിട്ടും അകന്നു എന്നുള്ളത് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആയി എന്ന് തന്നെയാണ്. അപ്പോൾ അമല് ഈ ചാനൽ തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് ഇൻസ്റ്റഗ്രാമിലും കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് അച്ഛനോടും അമ്മേനോടും ചാനൽ തുടങ്ങുകയല്ലേ എന്ന് സമ്മതം ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അമ്മയ്ക്ക് താല്പര്യമില്ല, അപ്പൊ അമ്മ പിന്നെന്താ, ഞാൻ എന്തായാലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും റെഡിയാണെന്നൊക്കെ അച്ഛൻ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരു ചാനൽ തുടങ്ങണം തോന്നുകയാണെങ്കിൽ ചാനൽ തുടങ്ങാം, അത്രയേ ഉള്ളൂ. ഇത് നമുക്കിവിടെ എല്ലാ സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ചാനൽ തുടങ്ങും ഒക്കെ ചെയ്യാം, നിയമപരമായിട്ടുള്ള ചാനലുകളൊക്കെ നടത്താവുന്നേ ഉള്ളൂ. അപ്പൊ അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഇതിലെന്താ വെച്ചാല്, ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി കുറെ കാലം ചാനൽ നടത്തിയിരുന്നു. ആ കുട്ടി ഒറ്റയ്ക്ക്, നമ്മൾ അതിന്റെ ഒരു ഹാർഡ് വർക്ക് നമ്മൾ കാണാതെ ഒരിക്കലും പോകരുത്. അത്ര കഷ്ടപ്പെട്ടാണ് ആ കുട്ടി ചാനൽ കൊണ്ടുവരുന്നത്. ആ ചാനലുള്ള സമയത്ത് ആ ചാനലുമായിട്ട് സഹകരിക്കാൻ പോലും ആ പെൺകുട്ടി ജീവിക്കുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി, എന്നുവെച്ചാൽ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ വേണ്ടിയിട്ട് ആ കുട്ടി ജീവിക്കുന്നത്. എന്നിട്ട് ആ ചാനലുമായിട്ട് യാതൊരു വിധത്തിലും സഹകരിക്കാത്ത വിധത്തിലേക്ക് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി മാറിയിരുന്നു. അതേപോലെ തന്നെ ഈ അമലിന്റെ വീട്ടുകാര്, അച്ഛനും അമ്മയും ഒന്നും ഒരിക്കലും ഈ ചാനലിലേക്ക് വരില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് അമലിന്റെ എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്തിട്ട് അമലിന്റെ അച്ഛനും അമ്മയും എവിടെ, എന്താ വീഡിയോയിൽ കാണിക്കാത്ത ചോദിക്കുമ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ട് കുഞ്ഞാറ്റ ഭയങ്കര വിഷമത്തോടു കൂടെ പറയേണ്ടത്, ഇനി അതിനെക്കുറിച്ച് ചോദിക്കരുത്, അവർക്ക് ചാനലിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വരില്ല. അതിന്റെ ഒരു കാരണം പറയുന്നുണ്ട്. പിന്നെ അവിടെയും ഇവിടെയൊക്കെ തൊടാത്ത
അല്ലാതെ കുഞ്ഞാറ്റ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് വരുമാനം കിട്ടുമ്പോൾ ഞങ്ങളെയും കൂടെ വെച്ചിട്ടല്ലേ വരുമാനം കിട്ടിയെന്ന് പലരും പറയുന്നൊക്കെ ഉള്ള പോലത്തെ കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷെ അമലിന്റെ ഫാമിലിയെ കുറിച്ചായിരിക്കാം. എന്തായാലും അമലിന്റെ അച്ഛനും അമ്മയും കുഞ്ഞാറ്റയുടെ ചാനലിൽ പൂർണ്ണമായിട്ടും വരാത്ത ഒരു ടൈം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. കുറേ വർഷങ്ങൾ അവർ പിന്നീട് കുഞ്ഞാറ്റയുടെ ചാനലിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ കുഞ്ഞാറ്റയുടെ മാത്രം ചാനലല്ലാതെ അമലിന്റെ ചാനലും കൂടി ആയിരുന്നു ആ സമയത്ത് എന്ന് പറയാം. എന്നിട്ട് അമലും അതെ, അമലിന്റെ വീട്ടുകാരും അതെ, വളരെ നിസ്സഹരണത്തോടു കൂടിയാണ് ആ ചാനലിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോ അതിന് കാരണമായിട്ട് കുഞ്ഞാറ്റ പറയുന്നത് ഇച്ചാൻ അതിലൊന്നും താല്പര്യമില്ല, ചാനലിൽ വരാൻ, ആളുകളുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അമലൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അമലിന് ചാനലിന്റെ മുന്നിൽ വരാനൊരു മടിയില്ല, ഒന്നുമില്ല. ഇതൊരു റിവെഞ്ച് പോലെയും നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ചാനലുണ്ട് വെച്ചാല് അവരുടെ ഭാഗത്ത് ശരികളും അവരായിരുന്നു ശരി അങ്ങനെയൊക്കെ കാണിക്കാനും നമുക്ക് സാധിക്കുമല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് റിവെഞ്ച് ആയിട്ട് എടുക്കാതെ നല്ല രീതിയിൽ ആ ചാനൽ നടന്നു പോട്ടെ. ഇപ്പൊ അമല് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത്, ചില കുക്കിംഗ് ഒക്കെ പോലെയുള്ള വീഡിയോസ് കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ള പോലെയൊക്കെയാണ് അമല് ഈ ചാനൽ പുതുതായിട്ട് തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആവട്ടെ. അല്ലാതെ ഇതൊരു അങ്ങോട്ടൊരു വീഡിയോ ഇടുക ഇങ്ങോട്ടൊരു വീഡിയോ ഇടുക റിവെഞ്ച് പോലെ കൊണ്ടു നടക്കുക, അതിലൊന്നും കാര്യമില്ല. എന്തായാലും ഒരു ബന്ധം പിരിഞ്ഞുപോയി. ഇനി പരസ്പരം ചെളി വാരി അറിയാതെ നന്നായിട്ട് ജീവിക്കാന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഈ അമലിട്ട വീഡിയോന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റ് ഉണ്ട്. അതിന്റെ അടിയിൽ ഓരോരോ ആളുകൾ വന്നിട്ട് അമലെ കുഞ്ഞാറ്റിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കൂ, എന്നിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കൂ, കുട്ടിയെ ഓർത്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഡിവോഴ്സ് ആയി കഴിഞ്ഞു ഓൾറെഡി എന്ന് ഈ കുഞ്ഞാറ്റ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞതാണ്. പിന്നെ എന്ത് കോംപ്രമൈസ് ആണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഒരിക്കലും ഒരു ഒത്തുപോകാൻ പറ്റാത്ത ബന്ധം എന്നുള്ളത് കൊണ്ടാണ് അവർ പിരിഞ്ഞത്. വേറെ കേസുകളിലൊക്കെ ഞാനിപ്പോ ഈ തൻവി സുധീർ ഘോഷിന്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് വളരെ വിഷമത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു കുടുംബമാണ്. അവർ ഒന്നിച്ചു പോവുമായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാലേ അറിയാം എന്തിനാണ് ഒരു ലൈഫ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് മനസ്സിനും സന്തോഷമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യം എന്താണ്? ഇവർ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇപ്പോ ഈ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ട് നീ ഡിവോഴ്സ് ചെയ്തില്ല, നീ ഭയങ്കരയാന്ന് ഒരു കമന്റും വന്നിട്ടില്ല. അതിന്റെ അടിയിലൊക്കെ വളരെ നന്നായി, ഇത് ഞങ്ങൾ എന്നേ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള കമന്റുകളേ ഉള്ളൂ. കാരണം കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്താണ് ആ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ടാണ് ഇപ്പൊ ഈ അമലി പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ആളുകളൊക്കെ പറഞ്ഞു തീർക്കൂ പ്രശ്നങ്ങൾ, കുഞ്ഞാറ്റി അമലി ഒന്നിച്ചു പോകുന്നതിലെ സന്തോഷം, എന്തൊക്കെയോ കമന്റുകൾ, സീരിയൽ ടൈപ്പ് കമന്റുകൾ ഇട്ട് കളിക്കുന്നത് എന്നുള്ളതാണ്. അവര് ഒന്നിച്ചു പോവാൻ പറ്റാത്തത് കൊണ്ട് പിരിഞ്ഞു. അത് നമുക്ക് കാണുന്ന നമുക്ക് പോലും അയ്യോ അവരെന്തിനാ അങ്ങനെ ഒന്നിച്ച് ജീവിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ബന്ധമാണ് അവരുടെ ചാനലിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. എന്നിട്ടാണ് ആളുകൾ അതിന്റെ അടിയിൽ പോയിട്ട് നിങ്ങളൊന്നിച്ച് ചേരുമോ എന്ന് പറയുന്നത്. അവരെങ്ങനെയെങ്കിലും ആ പെൺകുട്ടി കുഞ്ഞാറ്റ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഈ പറയുന്ന അമലും അതെ, എവിടെയെങ്കിലും സന്തോഷമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഇപ്പൊ അമല് പറയേണ്ട എന്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അമല് പറയേണ്ട എന്റെ 28ാമത്തെ പിറന്നാളിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പൊ 5 വർഷം മുൻപ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ അമലിന് വെറും 23 വയസ്സ് മാത്രമേ ഉള്ളൂ. 23 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആള് ഒരു ആൺകുട്ടിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തൊക്കെ വിവാഹം കഴിച്ചതിന്റെ ഒരുപാട് പ്രശ്നങ്ങളും ഒരു പക്വതക്കുറവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും ആ ബന്ധത്തിൽ എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പക്വതയൊക്കെ വരുന്ന പ്രായത്തേക്ക് മാറുന്നേ ഉള്ളൂ അമലിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ അമലൊരു നല്ല ലൈഫ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ചാനൽ നന്നായിട്ട് പോട്ടെ തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇനിയിപ്പോ ആ ചാനൽ തുടങ്ങിയിട്ട് കുഞ്ഞാറ്റേനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക, അപ്പൊ കുഞ്ഞാറ്റ എവിടുന്ന് ഒരു വീഡിയോ ഇങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോ അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ആളുകളൊക്കെ വെറുതെ എടുത്ത് റിയാക്ട് ചെയ്യും, കുറെ കമന്റ് ചെയ്യും, കുറെ ഭാഗം തിരിയും. ഇവിടെ കമന്റ് ഇടുന്നവർ അവിടെ പോയി നെഗറ്റീവ് ഇടും, അവിടെ നെഗറ്റീവ് ഇടുന്നവർ ഇവിടെ പോയി, അങ്ങനെ വെറുതെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഈ വലിയ പകയും വിദ്വേഷവും ഒന്നുമില്ല, അത് നന്നായിട്ട് ജീവിക്കാന്നേ പറയാനുള്ളൂ. ഒരു മോനുണ്ട്. ആ ഒരു മോൻ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹബന്ധം വേർപെട്ടു പോകുന്ന ബന്ധമല്ല മകനുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. അപ്പൊ രണ്ടുപേരും അവരുടെ മകൻ എന്നുള്ള നിലയ്ക്ക് അവന് കൊടുക്കേണ്ട എല്ലാ കെയറും കൊടുത്തിട്ട് നന്നായിട്ട് ജീവിക്കാന്നേ ഇതിൽ പറയാനുള്ളൂ. ഇനി പരസ്പരം ഈ ചാറ്റിന്റെ കാര്യമോ ഇതോ ഒക്കെ ചളിവാരി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ കണ്ടവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായവർ തന്നെയാണ് 90% ആളുകളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുഞ്ഞാറ്റ ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആരും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കുഞ്ഞാറ്റനെ കുറിച്ച്. അത് ഞങ്ങൾ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഇത് നേരത്തെ ആവേണ്ടതായിരുന്നു. അങ്ങനെ വളരെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ആളുകൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ അമല അതിനെ കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ അപ്പൊ എന്റെ ഭാഗത്താണ് കുറ്റം ആളുകൾ കരുതല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളൊരു പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ആളുകൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും മറന്നുപോകും. ഇനി ഒരു നല്ല ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട്
കമന്റ് ഇവരുടെ ഇതിന്റെ അടിയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടു. അമല് മദ്യപിക്കുന്നു അത് ഇത് എന്നൊക്കെ ഉള്ളത്. നേരത്തെയും കുറെ വീഡിയോസ് ഒക്കെ കുഞ്ഞാറ്റിയായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്ന സമയത്തും അമല് മദ്യപിച്ചൊക്കെ ചില വീഡിയോ ഗോവയിലൊക്കെ പോയ സമയത്തൊക്കെ ചെയ്തിരുന്നത് കണ്ടിട്ടുള്ള. അങ്ങനെ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ലൈഫിൽ നന്നാവാനെന്ന് മാത്രമേ ഉള്ളൂ. ആ ചാനലൊക്കെ നന്നായിട്ട് പോട്ടെ. അവരുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാല് അമ്മയും അച്ഛനും അനിയനും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് പോകുന്ന ഒരു കുടുംബമാണ്. ആ അമ്മയും അത് ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അവരെല്ലാവരും ജീവിക്കുന്നുണ്ടായിരിക്കുക. അമ്മ ഒരു തുണിക്കടയിലൊക്കെ സെയിൽസ് ഗേൾ ആയിട്ടൊക്കെ പോകുന്ന, അവര് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. ഈ അമലും അതേപോലെ തന്നെ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് എല്ലാവരും കൂടെ മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. കഴിഞ്ഞു പോയ ജീവിതം കഴിഞ്ഞുപോയി, കഴിഞ്ഞു പോയ ബന്ധങ്ങളും കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കുക. ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്പരം ചെളിവാരി എറിയാനാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് വെച്ചാൽ അത് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് ഇതൊക്കെ കാണുന്നതും പറയുന്നതും വെറും ടൈം പാസും രസവും മാത്രമാണ് എന്നുള്ളത് ഓർക്കുക. ഇനിയുള്ള ജീവിതമെങ്കിലും നന്നായിട്ട് ജീവിക്കുക എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.